ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഷെയ്ൻ നിഗത്തിന്റെ പുതിയ പടമായിട്ടുള്ള ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. സോ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഇതിന്റെ അണിയറ പ്രവർത്തകരൊന്നും എനിക്ക് വലിയ പരിചയമില്ല. ബുക്ക് മൈ ഷോയിൽ നോക്കുമ്പോഴാണെങ്കിലും എടുത്തു പറയേണ്ടത് മ്യൂസിക് ഡയറക്ടറെ കുറിച്ചിട്ടൊക്കെയാണ്. ആളുടെ പേരൊന്നും എനിക്കറിയില്ല. സൂപ്പറായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളാണെങ്കിലും പാട്ടുകൾ ഇതിനു മുന്നേ തന്നെ ഇറങ്ങി അത്യാവശ്യം നല്ലൊരു ഹിറ്റ് അടിച്ചിട്ടുള്ളതാണ്. പക്ഷേ തിയേറ്ററിനുള്ളിനകത്തിരുന്നിട്ട് ആ ബീറ്റുകളൊക്കെ കേൾക്കുന്ന സമയത്ത് നല്ല രസമായിട്ട് പറഞ്ഞാൽ എല്ലാ പാട്ടുകളും എല്ലാം എനിക്ക് ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടു. സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള നല്ല ഫീൽ ഗുഡ് ആയിട്ടുള്ള കിടിലും പാട്ടുകൾ, അത്യാവശ്യം റിപ്പീറ്റ് വാല്യൂ ഉണ്ട് എന്ന് തോന്നിയ സാധനങ്ങളായിരുന്നു അതൊക്കെ. അതുപോലെ തന്നെ സിനിമോട്ടോഗ്രാഫി, ലൂക്ക് എന്നെങ്ങാണ്ടാണ് പേര് ആളുടെ, അതും അത്യാവശ്യം നല്ല രീതിയിൽ വെട്ടിപ്പായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഡയറക്ടേഴ്സ് 2 പേരുണ്ട്, പേരെനിക്ക് ഓർമ്മയില്ല. എന്തായാലും അവർ രണ്ടുപേരും അത്യാവശ്യം നല്ല രീതിയിൽ ഈ പടത്തിന് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സിനിമ സംസാരിക്കുന്നത് 3 തരത്തിലുള്ള പ്രണയങ്ങളുണ്ട്. ആ ഒരു 3 തരത്തിലുള്ള പ്രണയങ്ങൾ ഈ ഒരു 2-2.25 മണിക്കൂറിനുള്ളിൽ പറഞ്ഞു ഒതുക്കുകയും അതുപോലെ തന്നെ ആ രസച്ചരട് പൊട്ടാതെ പറയണം. കാരണം വളരെയധികം സീരിയസ് ആയേക്കാവുന്ന അല്ലെങ്കിൽ ഒരു വള്ളി പുള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിക്കഴിഞ്ഞാൽ ബോറടിക്കാമായിരുന്ന പല സിറ്റുവേഷൻ അവർ വളരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് പടം നല്ല രീതിയിൽ ലാസ്റ്റ് വരയ്ക്കും പടം അവർ എത്തിച്ചിട്ടുണ്ട്. അതിലുപരി എടുത്ത് പറയേണ്ടത് സ്ക്രിപ്റ്റിൽ അവർ ഓർഗാനിക്കായിട്ട് വന്നിട്ടുള്ള ഒരുപാട് കോമഡികളുണ്ട്. അത് എസ്പെഷ്യലി ബാബുരാജിന്റെയും ഷെയ്ൻ നിഗത്തിന്റെയും കോമഡി ടൈമിങ് ഞാൻ ഒരുപാട് ചിരിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിരിച്ചു. എസ്പെഷ്യലി ബാബുരാജിനെ ഈ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ക്യാരക്ടർ കണ്ടിട്ട് ഒരുപാട് നാളായി. എനിക്ക് തോന്നുന്നു സാൾട്ട് ആൻഡ് പേപ്പറിന് ശേഷം ഇത്രയധികം സ്പേസോട് കൂടിയിട്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ മേ ബി ഇതായിരിക്കും. അതുകൊണ്ട് തന്നെ വളരെയധികം ഞാൻ ആസ്വദിച്ച് കണ്ടിട്ടുള്ളൊരു പടമാണ് ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്നത്. പക്ഷേ സംഭവം എന്തൊക്കെ പറഞ്ഞാലും നെഗറ്റീവ്സും പറയണം, പോസിറ്റീവ്സും പറയണം. പിന്നെ പറയാനുള്ളത് പോസിറ്റീവ്സിൽ വന്ന ക്യാരക്ടേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മുടെ ഷെയ്ൻ നിഗം, ബാബുരാജ്, അതുപോലെ തന്നെ മഹിമ, അതുപോലെ മാല പാർവതിയുടെ ക്യാരക്ടർ ജാഫർ ഇടുക്കി, അതുപോലെ തന്നെ ഷൈൻ ടോം ചാക്കോ. ആള് റീസെന്റ് ചെയ്തു വെച്ചിട്ടുള്ള ദ ബെസ്റ്റ് കഥാപാത്രം എന്ന് ഞാൻ പറയും. കാരണം ഇതെടുത്ത് ചെയ്യാനായിട്ട് കുറച്ച് ധൈര്യമൊക്കെ വേണം. പക്ഷെ അത്തരത്തിൽ നമ്മുടെ മലയാള സിനിമയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അയാൾ ചെയ്തതിൽ അത്യാവശ്യം നല്ലൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡയലോഗുകൾ പറയുമ്പോഴാണെന്നുണ്ടെങ്കിലും കൈയടക്കത്തോടു കൂടി ചെയ്യുന്നതാണെങ്കിലും ഒക്കെ നല്ല രസമായിട്ട് കുറച്ച് ഇമോഷൻസ് അയാൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ടായി എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. ഈ ഒരു 3 പ്രേമം, അതായത് 3 ടൈപ്പ് പ്രേമമാണ് ഇതിൽ പറയുന്നത്. അതിലൊന്ന് ഷെയ്ൻ നിഗത്തിൻ്റെയാണ്. ആ ഷെയ്ൻ നിഗത്തിൻ്റെ ആ ഒരു ലവ് പോർഷൻസ് പറയുന്ന സമയത്ത് കുറച്ചും കൂടിയും, അതായത് ടുവാർഡ്സ് ദ ക്ലൈമാക്സിലേക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടിയും മെച്യൂറായിട്ട് ഹാൻഡിൽ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. കാരണം അതൊരു എന്താ പറയുക, വള്ളി പൊട്ടിയ പോലത്തെ ഒരു എൻഡിങ് ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതായത് ആ ഒരു എൻഡിങ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആക്കായിരുന്നു. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. വള്ളി പൊട്ടി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് പെട്ടെന്ന് അങ്ങോട്ട് നിർത്തിയ പോലെ കുറച്ചും കൂടി ഡീറ്റെയിലിംഗ് കൊടുത്തിട്ട് നിർത്താമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബാക്കി 2 പ്രേമങ്ങൾ കാണിക്കുന്നത് നല്ല രസമായിട്ട് എനിക്ക് ഭയങ്കര രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ്സ് പറയുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഈ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, അതിൻ്റെ ഒപ്പം തന്നെ മഹിമയുടെ ക്യാരക്ടർ അവസാനത്തേക്ക് എത്തുമ്പോഴത്തേക്കും ചില ഡയലോഗുകൾ ആവശ്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ ആ ഒരു സീൻസിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല തോന്നി. അതൊക്കെ കുറച്ച് കട്ട് ചെയ്ത് ഒന്നും കൂടിയും ഷോർട്ടാക്കിയിരുന്നുണ്ടെങ്കിൽ, ഒരു 2 മണിക്കൂറിനുള്ളിൽ ഒതുക്കിയിരുന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഗംഭീരമായിട്ട്, എനിക്ക് തോന്നുന്നു ഷുവർ ഷോട്ടായിട്ട് ഒരു 50 കോടി അടിക്കേണ്ട ഒരു സിനിമയായിരുന്നു ഈ ഒരു സിനിമ. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആസ്വദിച്ച് കണ്ടിട്ടുള്ള, അത്യാവശ്യം നല്ല രീതിക്ക് ചിരിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു കൊച്ചു സിനിമ ലിറ്റിൽ ഹേർട്സ് എന്ന് പറയുന്നത്. ഇതിലെവിടെയും നമുക്ക് എന്താ പറയുക, അയ്യോ ടെൻഷൻ അടിക്കാനോ അല്ലെങ്കിൽ കരയാനോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പോയേക്കാമായിരുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അവർ നൈസായിട്ട് ഡീൽ ചെയ്ത് വളരെ ഭംഗിയോട് കൂടിയിട്ട് ആ ഒരു നർമ്മത്തിൽ ചാലിച്ചിട്ട് തന്നെ അവർ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഈ അവസാനിപ്പിച്ച ഭാഗം ഒരു 2 മിനിറ്റും കൂടി കൂട്ടിയെടുത്ത് കുറച്ച് ഡീറ്റെയിലും കൂടി കൊടുത്ത് നിർത്താമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം മാത്രമാണ് എനിക്കുള്ളത്. കാരണം ഇതിപ്പോൾ കലക്കിയെടുക്കാൻ മാത്രമുള്ള പരിപാടിയൊന്നുമല്ലോ, ഇതൊരു കോമഡി എൻ്റർടൈനർ എന്ന് പറഞ്ഞ് ഇറക്കുന്ന ഒരു സിനിമ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ ഒരു കോമഡിയും കൂടിയും വെച്ച് ആഡ് ചെയ്ത് എൻഡ് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ലൊരു എൻഡിങ് ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നി. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്. നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും നല്ലൊരു തിയേറ്റർ തിരഞ്ഞെടുത്ത് കാണാൻ ശ്രമിക്കുക. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരെ മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.